വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലിൽ. നമ്മളിന്നൊരു ചെറിയ യാത്ര പോവുകയാണ്. നേരെ ഇനി കടവന്ത്ര മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ കടവന്ത്ര മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ആലുവയിൽ ഇറങ്ങി അവിടെ ഒരു ഫ്രണ്ട് വന്ന് പിക്ക് ചെയ്യും. ദെൻ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാകും, കൗച്ച്സർഫിംഗ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. കൊച്ചിയും അതിൻ്റെ പരിസരത്തുള്ള കുറേ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു യാത്ര. മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ആലുവ. ഇനി നിവിൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. നിവിനുമായിട്ട് പോകാം. ഹായ് നിവിൻ. ആലുവയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നേര്യമംഗലം കഴിഞ്ഞു, അടിമാലി എത്താറായി. ഇടയ്ക്കൊരു മുളയരി പായസം അത് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു ഗ്ലാസ് കുടിച്ചു. അടുത്ത രണ്ടാമത്തെ ഗ്ലാസ്സാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 30 രൂപ, ഇത്രയുള്ള ഗ്ലാസ്സാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു പായസം, അതുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്ലാസ് മേടിച്ചത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒന്ന് നിർത്തിയതാണ്. പൂപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പൂപ്പാറയിൽ നിർത്തി തേയിലത്തോട്ടങ്ങളുടെ നടുക്കുള്ളൊരു ഭാഗം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഞങ്ങൾ പൂപ്പാറയിലെത്തി. വന്ന വഴി എന്ന് പറഞ്ഞാൽ ആലുവയിൽ നിന്നും കോതമംഗലം, അടിമാലി, രാജക്കാട്, രാജകുമാരി വഴിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് BLRAM എന്നാണ്. ഒരുപക്ഷെ നമ്മളാരും അധികം കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും BLRAM. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഒരുപക്ഷെ ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സ്ഥലം കവർ ചെയ്യുന്നത്. BLRAM എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശരിക്കുമുള്ള പേര് നിങ്ങൾക്ക് ആ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. BLRAWE എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എറണാകുളത്ത് നിന്ന് നമ്മൾ പുറപ്പെട്ടപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഇവിടെ എത്താനും കുറച്ച് ലേറ്റായി പോയി. നമ്മൾ താമസിക്കുന്ന വീടാണിത്. ഇതൊരു ചെറിയൊരു ഹോം സ്റ്റേ ആണ്. രാത്രി പിന്നെ എല്ലാവരും കൂടി ക്യാമ്പ് ഫയർ എല്ലാം നടത്തി, ചിക്കനെല്ലാം വാങ്ങി ഗ്രില്ല് ചെയ്തു. ഓരോരുത്തരും അവരവരുടെ ട്രാവൽ സ്റ്റോറികളെല്ലാം ഷെയർ ചെയ്തു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ എല്ലാവരും പറഞ്ഞു. രാവിലെ തന്നെ എണീറ്റ് സൺറൈസ് കാണാം എന്ന് കരുതിയൊരു പോയിന്റിലേക്ക് വന്നതാണ്. പക്ഷേ ഇതൊരു സൺറൈസ് പോയിന്റ് അല്ല എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു സൺസെറ്റ് പോയിന്റ് ആയിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വളരെ അടുത്ത് തന്നെയാണ്. സൺറൈസ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഹോം സ്റ്റേയിലേക്ക് പോവുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്ച്വൽ ട്രെക്കിങ് അതിന് ശേഷം. രാവിലത്തെ അപ്പവും കടലക്കറി, ചിക്കൻ കറി എല്ലാം കഴിച്ചു. എല്ലാവരും ട്രെക്കിങ്ങിന് റെഡിയായി. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ജിജോ ആണ്. അദ്ദേഹം നമുക്ക് ട്രെക്കിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് ഓരോന്ന് പറഞ്ഞു തരികയാണ്. ടീമംഗങ്ങളെല്ലാം അത് വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ട്രെക്കിങ് നമുക്ക് തുടങ്ങാം. നമ്മൾ ട്രെക്കിംഗ് ചെയ്ത ഒരു പാറയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മുടെ ഈ പുല്ലുകളെല്ലാം നല്ല ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. ഒരു തീപ്പൊരി മതി ഇത് മുഴുവൻ കത്തിത്തീരാൻ. ട്രെക്കിംഗ് ചെയ്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു തീയുടെ ഒരു അംശം പോലും ഇടാതെ ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രിയെല്ലാം കണ്ടിരുന്നു നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് മലയിലെല്ലാം തീ കത്തുന്നത്. കാട്ടുതീ അറിയാമല്ലോ എത്ര പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന്. നല്ലൊരു വ്യൂ ആണ്. അത്യാവശ്യം നല്ലൊരു ട്രെക്കിംഗ് ആണ്. എല്ലാവരും നന്നായിട്ട് ടയേർഡ് ആകുന്നുണ്ട്. ബാക്കിൽ കുറച്ച് പേര് വരുന്നത് നമുക്കിപ്പോൾ കാണാം. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട്. ഒന്ന് ഇടയ്ക്കൊരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. റോഡോഡെൻഡ്രം എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. ഒരു 2000 feet above ഒക്കെയാണ് ഇത് സാധാരണ കാണുന്നത്. നമ്മളുടെ നേപ്പാളിൻ്റെ നാഷണൽ
ഫ്ലവറാണത്. നമുക്ക് ഏതായാലും അതുകൂടെ കാണാൻ ഭാഗ്യം കിട്ടി. ഒരു പൂവിന്റെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടുകൾ. നമ്മളുടെ ഇനിയുള്ള കയറ്റം എന്ന് പറയുന്നത് വഴി തളിച്ചു പോകേണ്ട റൂട്ടാണ്. ഇതാണ് നമ്മൾ വന്ന പീക്ക്. ഇതിന് സ്ഥലത്തിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷേ ഇവിടെ നിന്നാൽ 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ആ റെഡ് കളർ നന്നായിട്ടുണ്ട്. ആറായിരത്തി 268 അടി മുകളിലാണിപ്പോൾ നിൽക്കുന്നത്. താഴെ നിന്ന് 4 കിലോമീറ്റർ ട്രക്ക് ചെയ്താലാണ് മുകളിലെത്തുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. സൂപ്പർ വ്യൂ ആണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് വെയിൽ അത്യാവശ്യം വന്നു. എന്നാലും കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. എന്നാലും ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ്. അങ്ങനെ നല്ലൊരു ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. ട്രെക്കിംഗ് ഒരു മോഡറേറ്റ് ആണ്, ഈസിയും അല്ല ടഫും അല്ല. ഇവിടെ നിന്നുള്ള ഇറക്കം കുറച്ച് സ്റ്റീപ്പായിട്ടുള്ളതാണ്, കണ്ടാൽ മനസ്സിലാവും. ഇവിടെ മാൻ്റെയൊക്കെ കാഷ്ടം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ പെട്ടെന്ന് എത്തും. ആ കാണുന്നതാണ് ആനയിറങ്കൽ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ. ആ ഒരു ഭാഗത്ത് കാണുന്നതാണ് ഗ്യാപ്പ് റോഡ് മൂന്നാറേക്ക് പോകുന്നത്. ക്ഷീണമുണ്ടോ? കണ്ണ തിരിച്ച് നമ്മൾ കയറി പുൽമേടിൻ്റെ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഒരു കാട്ടിൽ കൂടി ഇറങ്ങി അടുത്തൊരു സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പുൽമേടിൽ കൂടിയുള്ള ഇറക്കണം. ഇതിന് ശേഷം വീണ്ടും ഏലത്തിൻ്റെ കാട്ടിലേക്ക് കയറണം. ആ മലയുടെ മേളിൽ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടി വന്ന് ഈ പുൽമേട്ടിൽ കൂടി, അതാണ് നമ്മൾ വന്ന റൂട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും പുൽമേട്ടിൽ നിന്നും നേരെ നമ്മൾ ഏലം തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ സഹായിക്കാൻ വെള്ളവുമായിട്ട് അബ്ദുള്ള വെള്ളം നിറയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, വെള്ളം നിറയ്ക്കുകയാണ്. നമ്മളപ്പോൾ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മളുടെ ഇവിടുത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞു. ബൽറാമിൽ നിന്ന് എല്ലാവരും പിരിയുകയാണ്. ഇനി നേരെ എറണാകുളത്തേക്ക്.